ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. ഇന്നിപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ അവർക്ക് ചോക്ലേറ്റ് ഓട്സ് വേണമെന്ന് പറഞ്ഞിട്ട് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോക്ലേറ്റ് ഓട്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നോർമലായിട്ട് ഓട്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിലേക്ക് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ആഡ് ചെയ്ത് കൊടുക്കാന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓട്സൊക്കെ കഴിക്കാത്ത മക്കളാണെങ്കിലും നല്ല ഇഷ്ടമാവും. ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ ആവശ്യത്തിനുള്ള മധുരവും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ കുറുക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ പഴം കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ അനാറ് മാംഗോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ പഴവും മാംഗോ ഒക്കെ മിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം മക്കൾക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ മിക്സിയിൽ അടിപൊളിയൊരു ഡേറ്റ്സ് കേക്കാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ബീറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ മിക്സിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കുരു കളഞ്ഞ ഈന്തപ്പഴം, പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കുക. അതിൽ ചെറുതായിട്ട് കഷ്ണങ്ങളൊന്നും ഉണ്ടായാലൊന്നും കുഴപ്പമില്ല കേട്ടോ, കടിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അതിലേക്ക് കാരമൽ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിലേക്ക് കാരമൽ സിറപ്പാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഫ്രിഡ്ജിൽ കാരമൽ സോസ് ഉള്ള കാരണം ഞാനത് ചേർത്ത് കൊടുത്തിക്കണേ. നിങ്ങൾ ഒരു 1/2 കപ്പ് പഞ്ചസാര കുറച്ച് വെള്ളത്തിൽ അങ്ങനെ കാരമൽ ചെയ്തെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കാഷ്യൂ, ബദാം, പിസ്ത, പിന്നെ കാഡ്ബറി, കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ക്രഷ് ചെയ്തെടുത്തതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിൽ 2 മുട്ട നല്ലോണം ഒന്ന് പതപ്പിച്ച് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അതും നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 3/4 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്തെടുത്തതിന് ശേഷം മീഡിയം ഇതിലിട്ടിട്ട് മിക്സി അടിച്ചെടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് പിന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് മിക്സി അടിച്ചെടുക്കണ്ട. ഇനിയിപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിക്കണേ. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു ഈന്തപ്പഴത്തിൻ്റെ മിക്സും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് 3/4 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് അതൊന്ന് അരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഗീ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗീ ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേക്കിന്. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ 10 മിനിറ്റ് എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 170 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ കേക്ക് ബേക്കായി വരുന്ന ടൈമിൽ ഇതാ എനിക്കിനിപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ആദ്യം കിച്ചണൊന്ന് ക്ലീൻ ആക്കി ഇടുകയാണ്.
പിന്നെ കേക്ക് കട്ട് ചെയ്യണതും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഇതിപ്പോൾ അതാ മക്കളൊക്കെ കഴിച്ചിട്ടുള്ള ബാക്കിയാണ് കേട്ടോ. അത് ഇനിയിപ്പോൾ ഞാനൊരു ബോക്സിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. മിക്സിയിലാണ് ഉണ്ടാക്കിയതെന്ന് ആരും പറയൂല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല ടേസ്റ്റുണ്ട് കേൾക്കാൻ. പിന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിലേറെ ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് പിറ്റേ ദിവസത്തേക്ക്. അന്ന് ആ ഒരു ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു ചൊയയും കാര്യങ്ങളൊക്കെ വരും, പക്ഷേ പിറ്റേ ദിവസം അതൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.